പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ ലിവർ റോസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് മട്ടൺ ലിവറാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് പുറത്ത് ഇതുപോലെ സ്കിന്നൊക്കെ ഉണ്ടാവും, പാട പോലെയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഈ കത്തി കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ ഊരി മാറ്റുക ആദ്യം തന്നെ. എന്നിട്ട് ഇതൊന്ന് നീളത്തിലാണ് ഞാൻ മുറിക്കുന്നത്. ഫിംഗർ പോലെയുള്ള ഷേപ്പിൽ നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഇതാ ഇതുപോലെ തീരെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ടതില്ല കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ കുക്കാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങിയും വരും. അപ്പം നീളത്തിൽ മുറിക്കുമായിരിക്കും ബെറ്റർ. മുറിച്ച് വെച്ച ലിവർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം ഇതുപോലെ കുറച്ച് വിനാഗിരിയിലൊന്ന് കുതിർത്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതിയാവും. ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും പിന്നെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് ഇതാ ഇത്രയേ ഉള്ളൂ. 2 മീഡിയം സൈസ് സവാള, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു 8-10 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഏകദേശം ഒരു മീഡിയം സൈസ് ഇതാ ഇത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും ചേരുവകളാണ് ഇതിലേക്ക് വേണ്ടത്, പൊടികളല്ലാത്ത ചേരുവകൾ. ഇതാ ഇതിപ്പോൾ ഞാനെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ലിവർ അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് റെഡിയാകുമ്പോഴേക്കും മസാലയും റെഡിയാവും. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഫ്രൈ ആക്കണ്ട, നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് നമ്മൾ ഇതിനകത്തുള്ള ഗ്രേവി എന്ന് പറയുന്നത് ക്രീം പോലെ ആയിട്ട് വരണം. എന്നാൽ കുറച്ച് സവാളയൊക്കെ ഉണ്ടാവും ചെയ്യും. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം സവാള, മൊരിച്ചെടുക്കേണ്ടതില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വഴറ്റുന്ന സമയത്ത്. അന്നേരം ഇതങ്ങൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ സവാള ഇത്രയും കിട്ടിയാൽ മതി. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് പോലെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വാട്ടിയാൽ മതിയാവും. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് റെക്കോർഡായില്ല. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഏകദേശം 2 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് തക്കാളി നൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായല്ലോ അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. നല്ല ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ച ശേഷം ഇതിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ അടച്ച് വെച്ചത് ലോ ഫ്ലെയിമിൽ. അതായത് ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആകുമ്പോൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വിനാഗിരിയിൽ കുതിർത്തിയ ശേഷം ഇത് നന്നായിട്ട് ഞാൻ ഈ ലിവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മസാലയായിട്ട് ലിവറും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ലിവർ ഫ്രൈയുടെ റെസിപ്പി എന്ന് പറയുന്നത് സ്ലോ കുക്കിംഗ് ആണ്. അതായത് 15 മിനിറ്റ് സമയമാണ് ലിവർ ഇട്ട ശേഷം കുക്കിംഗ് ടൈം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിവർ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 20 മിനിറ്റാണ്. 20 മിനിറ്റ് ഇടുമ്പോൾ ഒരു മീഡിയം സോഫ്റ്റ് ആയിരിക്കും, ഹാർഡായിരിക്കില്ല. 20 മിനിറ്റിന് മേലെ കിട്ടാൽ ഹാർഡായിപ്പോവും. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ അടച്ചു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, തുറന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ച് ഒന്ന് നന്നായി ക്രഷ് ചെയ്തു. നല്ല ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക.
പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇത് ഞാനിപ്പോൾ ഫ്രഷായിട്ട് ഇപ്പോൾ പൊടിച്ചെടുത്തതാണ്. അങ്ങനെ തന്നെ ഇടുക കേട്ടോ, ഇതിന് നല്ലത്. 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷായിട്ട് തന്നെ പൊടിച്ചിട്ടുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിവർ ഫ്രൈയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ടേസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് കുരുമുളകിൻ്റെ സ്വാദാണ്, അത് മാത്രമല്ല അതുകൂടിയാണ്. അപ്പോൾ അതിനൊന്ന് നല്ല ഫ്രഷായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഗരം മസാല അത് ഫ്രഷായിട്ട് തന്നെ പൊടിച്ചു കൊടുക്കുക. ഈ 2 ഫ്ലേവറാണ് ഇതിൻ്റെ ടേസ്റ്റിനും മണത്തിനും ഒക്കെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. എന്ന് വെച്ചിട്ട് കുരുമുളക് ഒരുപാടൊന്നും ചേർക്കണ്ട, ഇത്രയും കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ 1 നുള്ളു ഉപ്പാണ് ആദ്യം ചേർത്തിട്ടുള്ളൂ, അത് സവാളയിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഇനി ഇത് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറക്കുകയാണ്. ഇതായി ഈ എണ്ണയൊക്കെ ഇങ്ങനെ മാറി വരുന്നത് കാണാൻ പറ്റും. എന്നിട്ടൊന്ന് മറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും, സവാളയുടെയും അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ അടച്ചു മൂടി വയ്ക്കുന്നത് കൊണ്ട് തന്നെ ആവി വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതെല്ലാത്തിലും കൂടിയാണ് ഇത് കുക്കായി വരുന്നത്. വെള്ളത്തിലൊന്നും വേവിച്ചെടുക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം അവസാനം ഇത് കുക്കായി കഴിഞ്ഞ് കുക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരല്പം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം, അത് വേണമെന്നില്ല. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ 5 മിനിറ്റ് കൂടി ഞാൻ വെച്ചിട്ട് തുറക്കുകയാണ്. ഇങ്ങനെ ഓരോ 5 മിനിറ്റിലും ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാൻ വേണ്ടി തുറക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാം. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം ഈ മസാലയിലും എണ്ണയിലും ഒക്കെ ഇതിരുന്ന് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലിവർ ഫ്രൈക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ മണം ഭയങ്കര സ്മെല്ലായി ഇപ്പോൾ വരുന്നത്. ഞാൻ ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ അത്രയ്ക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. സ്ലോ കുക്ക് തന്നെ ചെയ്യാം. അടച്ചു മൂടി 15 മിനിറ്റ് അങ്ങ് കറക്റ്റായിട്ട് വെച്ചിട്ട് പോകരുത്. ഇടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എത്ര ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിലും ചിലപ്പോൾ ഒന്ന് പിടിച്ചേക്കാം, അടിയിലേക്കൊന്ന് പിടിച്ച് വന്നാൽ ഒന്ന് ഇടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും അത് അടച്ച് വയ്ക്കുക. അങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഇനിയാണ് ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തതാണിത്. ഈ ഗരം മസാല ഇതുപോലെ ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗരം മസാലയിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ഏലയ്ക്ക, കറയാമ്പൂ, കറുവപ്പട്ട, ഇത് 3ഉം ഒരേ അളവിൽ ചേർക്കുക. എന്നിട്ട് ആ 3ഉം കൂടി ചേർത്ത അളവുണ്ടല്ലോ അത്രയും പെരിഞ്ജീരകം കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിലോ എന്തിലാണോ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് 1.5 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഞാൻ ഈ ഗരം മസാലയുടെ റേഷ്യോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും കൊതിപ്പിക്കുന്ന മണമാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നിങ്ങൾക്കും ചെയ്യുമ്പോൾ അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഈ ലിവർ ഫ്രൈന് ഇതുപോലുള്ളൊരു ഗരം മസാലയുടെ റേഷ്യോയിൽ ചെയ്താൽ ഭയങ്കര സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അളവിലേക്ക് മതിയെങ്കിൽ തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ഒന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതെല്ലാം ഡ്രൈ ആയിട്ട് തന്നെ ആ നേരത്തെ കണ്ട പോലെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ. ഇതായിപ്പോൾ ആ ഒരു കുറച്ചൊരു ഗ്രേവി പോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ തിളച്ച വെള്ളം ഒഴിച്ചുള്ളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തു. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് AC റൂം അങ്ങ് തുറന്നങ്ങ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നൊരു സ്മെല്ലില്ല, പലതരം മസാലകളും ടേസ്റ്റ് സ്മെല്ല്, അതുപോലൊരു സ്മെല്ലാട്ടോ ഇതിനകത്തു നിന്ന് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇതായിപ്പോൾ കുക്കിംഗ് കഴിഞ്ഞു, തീ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ
ഡെലീഷ്യസ് യമ്മി ആയിട്ടുള്ള മട്ടൺ ലിവർ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു ഭയങ്കര നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ലാട്ടോ. കഴിച്ചു പോകും, ആരും കഴിക്കാനായിട്ട് ഇങ്ങനെ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്ന ഒരു സ്മെല്ലാണ് ഇതിനകത്ത് നിന്ന് ഉണ്ടാകുന്നത്. നോൺ വെജുകാർക്ക് എസ്പെഷ്യലി ലിവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഇനി ഇതുപോലെ സവാള കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. ഗാർണിഷ് ചെയ്യുക മാത്രമല്ല, ഈ സവാളയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? ഇഷ്ടമായാൽ ലിവർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു ലൈക്ക് അടിച്ചേക്കണേ. നോൺ വെജുകാർക്ക് എസ്പെഷ്യലി ലിവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഈ മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ചിട്ട് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന മാത്രമല്ല, ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഞാൻ ഇനിയും ഇതുപോലെ വെജും നോൺ വെജും ഐറ്റംസൊക്കെ ഒത്തിരി നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു തകർപ്പൻ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.